യോഗിജി, താങ്കൾ ആദ്യമായി രാജ്യമാകെയുള്ള ഭരണാധികാരികളെ മാത്രമല്ല സന്യാസിമാരെ കൂടി കുംഭമേളയിലേക്ക് മന്ത്രിമാരെ അയച്ച് ക്ഷണിച്ചതായ വാർത്തകൾ കണ്ടിരുന്നു. തീർച്ചയായും ശരിയാണ്, ഇത്തവണ അങ്ങനെ ചെയ്തിരുന്നു. അതിന് കാരണം എന്ന് പറയുന്നത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ പ്രചോദനത്താൽ ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് എന്ന അദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യത്തിന് ഈ ലോകത്ത് എവിടെയെങ്കിലും ഉദാഹരണം കാണിക്കാൻ കഴിയുമെങ്കിൽ അത് ഈ പ്രയാഗ്രാജിൽ, ഈ കുംഭമേളയിലാണ്. ഇത്തവണ മഹാകുംഭമേളയിൽ ഉത്തരേന്ത്യയിൽ നിന്നോ വടക്കുകിഴക്കൻ ഇന്ത്യയിൽ നിന്നോ മാത്രമുള്ള ആളുകളല്ല പങ്കെടുക്കുന്നത്. ഭാരതത്തിലെ എല്ലാ ദേശത്തു നിന്നും ലോകത്ത് വിവിധ രാജ്യങ്ങളിൽ നിന്നും ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. ഇത്തവണ ദക്ഷിണ ഭാരതത്തിൽ, പ്രത്യേകിച്ചും തമിഴ്നാട്ടിൽ നിന്ന്, ആന്ധ്രയിൽ നിന്ന്, കേരളത്തിൽ നിന്ന്, പടിഞ്ഞാറൻ മേഖലയിൽ നിന്ന് നോക്കിയാൽ ഗോവയിൽ നിന്ന്, മഹാരാഷ്ട്രയിൽ നിന്ന്, ഗുജറാത്തിൽ നിന്ന്, കാശ്മീരിൽ ഉൾപ്പെടെ നിരവധി സന്യാസിമാർ ഒത്തൊരുമിച്ച് എത്തുന്ന ഒരു മഹാകുംഭമേളയാണ് ഇത്തവണ പ്രയാഗ്രാജിൽ നടക്കുന്നത്. ഇവിടെയൊക്കെ നിന്നുള്ള സന്യാസിമാർ മാത്രമല്ല, ഭക്തന്മാരും കാഴ്ചക്കാരുമൊക്കെ കുംഭമേളയിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. താങ്കൾക്ക് അത്ഭുതം തോന്നുന്നുണ്ടാകും. ഒരു തരത്തിൽ പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ ജനസംഖ്യയുള്ള രാജ്യത്തേക്കാൾ കൂടുതൽ ആളുകൾ, ഏതാണ്ട് 40 കോടിയിലധികം ആളുകൾ 45 ദിവസത്തിൽ ഈ പ്രയാഗ്രാജിലേക്ക് ഒഴുകിയെത്തുകയാണ്. അവർ വരുന്നത് കേവലം ഗംഗ, യമുന, സരസ്വതി ചേരുന്ന ഈ ത്രിവേണിയിൽ സ്നാനം ചെയ്യുന്നതിന് മാത്രമല്ല, ഈ മഹാകുംഭമേളയ്ക്ക് സാക്ഷിയാകുന്നതിന് കൂടിയാണ്. അവരെല്ലാവരും ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് എന്ന നമ്മുടെ പാരമ്പര്യത്തിൻ്റെ കൂടി ഭാഗമായി മാറുകയാണ്. പക്ഷേ യോഗിജി, താങ്കളുടെ എതിർ പാർട്ടിക്കാർ പറയുന്നത് മഹാകുംഭമേള BJPയുടെ ഒരു പദ്ധതിയാക്കി മാറ്റിയെന്നാണ്. മാത്രമല്ല അവർ ചോദിക്കുന്നത് BJP ആണോ കുംഭമേള കണ്ടുപിടിച്ചത്, അല്ലെങ്കിൽ BJP ഭരിക്കുന്നതിന് മുമ്പ് ഇവിടെ കുംഭമേള സംഘടിപ്പിച്ചിരുന്നില്ല എന്നൊക്കെയാണ്. നോക്കൂ, ഞാൻ വളരെ വിനയത്തോടെ തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു, ഞങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി ഒരിക്കലും പറഞ്ഞിട്ടില്ല കുംഭമേള ഞങ്ങളുടെ എന്തോ പദ്ധതിയുടെ ഭാഗമാണെന്ന്. ഞങ്ങൾ അങ്ങനെ കരുതിയിട്ടുമില്ല. പക്ഷേ ഇത്തരൊരു മഹാമേള ആധുനിക സംവിധാനങ്ങളുടെ കൂട്ടിച്ചേർത്തുകൊണ്ട് എത്ര മികച്ചതാക്കാൻ കഴിയുമോ അതിനുവേണ്ടി ഞങ്ങൾ പരിശ്രമിക്കുന്നുണ്ട്. ആ മഹാമേളയ്ക്ക് ആദരവ് നൽകാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ആ മഹാമേളയുടെ ഭാരതത്തിൻ്റെ ഈ സംസ്കാരത്തെ ലോകം മുഴുവൻ എത്തിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പരിശ്രമിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ 2017 മുമ്പും 2014 മുമ്പും ഒക്കെ ഇവിടെ കുംഭമേളകൾ ഉണ്ടായിരുന്നു. അന്ന് ഇത്ര മനോഹരമായി ഇതൊക്കെ സംഘടിപ്പിക്കുന്നതിൽ നിന്നും അവരെ ആരാണ് തടഞ്ഞത്? ഞങ്ങളാണോ? 2017 മുമ്പത്തെ കുംഭമേളകൾ എന്ന് പറഞ്ഞാൽ അത് കെടുകാര്യസ്ഥതയുടെയും അരാജകത്വത്തിൻ്റെയും ഉദാഹരണങ്ങൾ മാത്രമായിരുന്നു. കുംഭമേളയിൽ പങ്കെടുക്കാനെത്തുന്ന സന്യാസിമാർക്കാകട്ടെ ഭക്തന്മാർക്കാകട്ടെ ഒരു തരത്തിലുള്ള സഹായവും ലഭിച്ചിരുന്നില്ല. അവരെല്ലാവരും വലിയ വിഷമത്തിലായിരുന്നു, വലിയ ബുദ്ധിമുട്ടിലായിരുന്നു. 2013 ഇതേ പ്രയാഗ്രാജിൽ മഹാകുംഭമേള നടന്നിരുന്നു. അന്നത്തെ സ്ഥിതി എന്തായിരുന്നു? എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇതേ ത്രിവേണിയിൽ 2013 കുംഭമേളയിൽ മൗറീഷ്യസിലെ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ സംഘത്തോടൊപ്പം ഇവിടെ സ്നാനം ചെയ്യാൻ വേണ്ടി എത്തിയിരുന്നു. പക്ഷേ ഗംഗയിലെ മാലിന്യം കണ്ട് അദ്ദേഹത്തിന് ഇവിടെ സ്നാനം ചെയ്യാൻ കഴിയാതെ വിഷമത്തോടെ തിരിച്ചു പോവുകയാണുണ്ടായത്. വളരെ ദുഃഖത്തോടെ അന്ന് അദ്ദേഹം ചോദിച്ചിരുന്നു, ഇതാണോ ഞങ്ങളുടെ ഗംഗാമാത എന്ന്. അന്ന് അദ്ദേഹം കണ്ണുകൾ നിറഞ്ഞാണ് ഇവിടെ നിന്ന് മടങ്ങിയത്. കാരണം മൗറീഷ്യസിനെ അവർ കരുതുന്നത് ഭാരതത്തിന്റെ ഒരു ചെറുരൂപമായി തന്നെയാണ്. ഗംഗാ നദിയെ അവരും അവരുടെ സംസ്കാരത്തിന്റെ ഭാഗമായി ദേവതയെ പോലെ തന്നെയാണ് ആരാധിക്കുന്നത്. അദ്ദേഹം വിഷമത്തോടെ തിരികെ പോയത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. 2019 കുംഭമേള സംഘടിപ്പിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. ആ സമയത്ത് കാശിയിൽ അദ്ദേഹം ഭാരതീയ പ്രവാസി സമ്മാൻ ദിവസത്തിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു. ഞാൻ അവിടെ പോയി, താങ്കൾ പ്രയാഗ്രാജിലെത്തി കുംഭമേളയിൽ പങ്കെടുത്ത് ഗംഗാനദിയിൽ സ്നാനം ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ ഞാൻ ക്ഷണിച്ചിരുന്നു. അദ്ദേഹത്തിന് 2013 അദ്ദേഹത്തിന്റെ അനുഭവം ഓർമ്മയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഗംഗയിൽ സ്നാനം ചെയ്യാമെന്ന് സമ്മതിച്ചില്ല. പക്ഷെ അദ്ദേഹം ഞങ്ങളോടൊപ്പം വരാൻ തയ്യാറായി. അദ്ദേഹം ഒറ്റയ്ക്കല്ല, അദ്ദേഹത്തോടൊപ്പം ഏതാണ്ട് 400-ലധികം വരുന്ന ഒരു സംഘമാണ് പ്രയാഗ്രാജിൽ കുംഭമേളയിൽ പങ്കെടുക്കാൻ 2019 എത്തിയത്. പക്ഷേ അദ്ദേഹം ഇവിടെ എത്തിയതിനു ശേഷം ഗംഗയുടെ സ്ഥിതി കണ്ടിട്ട് വളരെ സന്തോഷത്തോടുകൂടി അദ്ദേഹവും അദ്ദേഹത്തിനൊപ്പമുള്ള മുഴുവൻ സംഘവും അദ്ദേഹത്തിന്റെ കുടുംബമടക്കം ഗംഗയിൽ സ്നാനം ചെയ്യുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ എനിക്കിത് ഉറപ്പിച്ചു പറയാൻ കഴിയും, 2019 ഞങ്ങൾ സംഘടിപ്പിച്ച കുംഭമേള എന്ന് പറയുന്നത് വൃത്തിയുടെ കാര്യത്തിൽ, ശുചിത്വത്തിന്റെ കാര്യത്തിലാണ് ലോകശ്രദ്ധ നേടിയിരുന്നെങ്കിൽ 2025 ഈ മഹാകുംഭമേള ശ്രദ്ധിക്കപ്പെടാൻ പോകുന്നത് വൃത്തിയോടൊപ്പം ഇവിടുത്തെ സംഘാടന മികവ് കൂടിയാണ്. ഇവിടെ വരുന്ന എല്ലാവർക്കും ലഭിക്കാൻ പോകുന്ന സൗകര്യങ്ങൾ കൂടിയാണ് ലോകം ചർച്ച ചെയ്യാൻ പോകുന്നത്. അത്രയും മനോഹരമായാണ് ഈ മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ വരുന്നവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രത്യേകം താല്പര്യത്താൽ, കേന്ദ്ര സർക്കാരിൻ്റെയും ഉത്തർപ്രദേശ് സർക്കാരിൻ്റെയും ഡബിൾ എഞ്ചിൻ സർക്കാരിൻ്റെ സഹായത്താൽ മഹാകുംഭമേളയുടെ പാരമ്പര്യവും സംസ്കാരവും നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ ആധുനിക കാലത്ത് എന്തൊക്കെ സൗകര്യങ്ങൾ കൂട്ടിച്ചേർക്കാൻ കഴിയുമോ
അതെല്ലാം ഒത്തുചേർത്തുകൊണ്ടാണ് ഞങ്ങൾ ഈ മഹാസംഗമം സംഘടിപ്പിച്ചിരിക്കുന്നത്. അതിനുവേണ്ട സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഈ മഹാകുംഭമേളയുടെ സംഘാടനമാവട്ടെ 500 വർഷത്തിന് ശേഷം അയോധ്യയിൽ രാംലല്ലയുടെ പുനഃപ്രതിഷ്ഠയാകട്ടെ, എല്ലാം ലോകം ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. യോഗിജി, ഇവിടെ എത്തിച്ചേരുന്ന എല്ലാ ആളുകൾക്കും ഈ ഗംഗയിൽ സ്നാനം ചെയ്യാനും ഗംഗാജലം കുടിക്കാനും കഴിയുമെന്നാണ് താങ്കൾ പറയുന്നത്. കാരണം നിരവധി പരിസ്ഥിതിവാദികൾ പറയുന്നത് ഗംഗ മലിനമാണ്, ഇപ്പോഴും ഇവിടെ ഒരിക്കലും കുളിക്കരുത്, ഇവിടുത്തെ വെള്ളം കുടിക്കരുത് എന്നൊക്കെയാണ്. അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ആരോഗ്യത്തിന് അപകടമുണ്ടാകും എന്നാണ് പരിസ്ഥിതിവാദികൾ പറയുന്നത്. അവരോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? നോക്കൂ, അത്തരം വാർത്തകൾ, പലരുടെയും പ്രസ്താവനകൾ ഞാനും കാണുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അതിന് പ്രത്യേകം പ്രാധാന്യവും കൽപ്പിക്കുന്നുണ്ട്. നോക്കൂ, കഴിഞ്ഞ 3 മാസത്തിൽ ഏതാണ്ട് ആഴ്ചയിൽ 1 തവണ വീതം ഞാൻ ഈ മഹാകുംഭമേള നടക്കുന്ന മേഖലയിൽ സന്ദർശിച്ചിട്ടുണ്ട്. വരുമ്പോഴെല്ലാം തന്നെ ഞാൻ ഇവിടുത്തെ വെള്ളത്തിൻ്റെ ശുചിത്വവും വെള്ളത്തിൻ്റെ അളവും എല്ലാം പരിശോധിക്കാറുണ്ട്. അതിനോടൊപ്പം കഴിയുന്നത്രയും തവണ ഇവിടെ സ്നാനം ചെയ്യാനും ഈ വെള്ളം കുടിച്ചു നോക്കാനും ഞാൻ ശ്രമിക്കാറുണ്ട്. കഴിഞ്ഞ 3 മാസമായി തുടർച്ചയായി ഞാനിത് ചെയ്യുന്നു. എനിക്കിതുവരെ എൻ്റെ ആരോഗ്യത്തിന് ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഗംഗയെ കുറ്റം പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ തന്നെയാണ് അവർക്ക് മുമ്പിലുള്ള ഉദാഹരണം. ഞാൻ കരുതുന്നത് ചില ആളുകൾ മനഃപൂർവ്വം ഈ മഹാസംഗമത്തിൻ്റെ പരിശുദ്ധി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുവെന്നാണ്. ഞാൻ പറയുന്നത് ചരിത്രത്തിൽ ആദ്യമായാണ്. ഒരുപക്ഷെ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള കാലത്തിലുണ്ടായിരിക്കാം, പക്ഷേ സ്വതന്ത്ര ഭാരതത്തിൽ ഇത്രയും വൃത്തിയോടെയും ഇത്രയും ജലലഭ്യതയോടെയുമുള്ള ഒരു ത്രിവേണി സംഗമം, ഒരു മഹാകുംഭമേള ആദ്യമായാണ് സ്വതന്ത്ര ഭാരതത്തിൽ നടക്കുന്നത്. 10,300 ക്യൂബിക് അടിയിലധികം വെള്ളം ഇന്ന് ഗംഗാനദിയിൽ മാത്രമുണ്ട്. വൃത്തിയുള്ള ജലം യമുനയിലുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന ഭക്തരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് വളരെ ധൈര്യത്തോടെ തന്നെ ഒരു സങ്കോചവുമില്ലാതെ ഗംഗയിലും യമുനയിലും നിങ്ങൾക്ക് സ്നാനം ചെയ്യാനും ഇവിടുത്തെ വെള്ളം പരിശുദ്ധിയോടെ കുടിക്കുവാനും കഴിയും. അതിന് ഞാൻ തന്നെയാണ് ഉദാഹരണം. ഞാനിത് സ്വയം ചെയ്യുന്നുണ്ട്. അത് എൻ്റെ വിശ്വാസമാണ്, എൻ്റെ ആചരണത്തിൻ്റെ ഭാഗമാണ്. അതിനോടൊപ്പം തന്നെ ഞാൻ ലോകത്തിന് നൽകുന്ന ഉദാഹരണം കൂടിയാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, 2024 രാജ്യത്തെ അല്ലെങ്കിൽ ലോകത്തെ തന്നെ മുഴുവൻ ശ്രദ്ധയും അയോധ്യയിലേക്കായിരുന്നു. രാജ്യത്തെ അല്ലെങ്കിൽ ലോകത്തെ തന്നെ ഓരോ വ്യക്തിക്കും എത്രയും വേഗം അയോധ്യയിൽ എത്തിച്ചേരണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ 2025 മഹാകുംഭമേളയിലേക്കും ലോകത്ത് നിന്ന് ആളുകൾ ഒഴുകിയെത്താൻ പോവുകയാണ് എന്ന് വ്യക്തമായ ബോധ്യം എനിക്കുണ്ടായിരുന്നു. 2023 ഡിസംബർ മുതൽ തന്നെ എനിക്ക് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആശങ്കകൾ ലഭിക്കുന്നുണ്ടായിരുന്നു. അവിടത്തേക്കുള്ള കണക്ടിവിറ്റി എങ്ങനെയാണ്, അവിടുത്തെ അടിസ്ഥാന സൗകര്യ വികസനം എങ്ങനെയാണ് എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ എനിക്ക് 2021 ഡിസംബറിൽ തന്നെ ലഭിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ 2019 കുംഭമേള സംഘടിപ്പിച്ചതിന് ശേഷം തന്നെ ഞങ്ങൾ ഈ കാര്യത്തിൽ വ്യക്തമായ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അതിൻ്റെ പ്രവർത്തനത്തിലുമായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് പോലെ ഏതാണ്ട് 10,000-ലധികം ഏക്കർ പ്രദേശത്താണ് ഇത്തവണ മഹാകുംഭമേളയ്ക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ വരുന്ന എല്ലാ ഭക്തർക്കും സന്യാസിമാർക്കും താമസിക്കാനുള്ള വീടുകളാവട്ടെ, അവർക്ക് ഉപയോഗിക്കാനുള്ള ടോയ്ലറ്റുകളാവട്ടെ, അവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഭക്ഷണശാലകളാവട്ടെ, റോഡുകളും പാലങ്ങളും ഗതാഗത സൗകര്യങ്ങളും അവർക്ക് വേണ്ട സുരക്ഷാ സൗകര്യങ്ങളും എല്ലാം ഞങ്ങൾ 2019 മുതൽ തന്നെ വ്യക്തമായ പദ്ധതി തയ്യാറാക്കി പൂർത്തിയാക്കിയതാണ്. നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ പ്രദേശത്ത് നിന്ന് 5 കിലോമീറ്റർ ദൂരെ ഏതാണ്ട് 5,000 ഏക്കറിലാണ് ഇവിടേക്ക് വരുന്ന ആളുകളുടെ പാർക്കിംഗ് മാത്രം ഒരുക്കിയിരിക്കുന്നത്. ഏതാണ്ട് 3 മാസത്തിന് മുമ്പ് തന്നെ ഈ കുംഭമേള നടക്കാൻ പോകുന്ന ഈ ഗംഗാ തടം ഞങ്ങൾ സജ്ജീകരിച്ചിരുന്നു. ഒക്ടോബർ 15-ന് ഗംഗാനദിയിൽ വളരെ ഉയരത്തിൽ വെള്ളമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് തടം ലഭ്യമായിരുന്നില്ല. അത് ലഭിക്കുന്ന രീതിയിൽ ഇവിടെ നിന്ന് വെള്ളത്തിന്റെ ഗതി മാറ്റിവിട്ട് ആ രീതിയിൽ ഗംഗാ തടം തയ്യാറാക്കി വളരെ ബൃഹത്തായ പദ്ധതിയാണ് കുംഭമേളയ്ക്ക് വേണ്ടി ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. ഞങ്ങൾക്ക് വ്യക്തമായ ബോധ്യമുണ്ട്, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഏതാണ്ട് 40 കോടിയിലധികം ആളുകൾ ഇവിടെ എത്താൻ പോവുകയാണ്. ഇവിടെ വരുന്ന സന്യാസിവര്യന്മാർക്കും ഇവിടെ എത്തുന്ന ഭക്തന്മാർക്കും ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകരുത് എന്നുള്ള വ്യക്തമായ പ്ലാനോടുകൂടി തന്നെയാണ് ഞങ്ങൾ ഇതെല്ലാം ചെയ്തിട്ടുള്ളത്. യോഗിജി, തീർച്ചയായും താങ്കൾ പറഞ്ഞത് വളരെ സത്യമായ കാര്യം തന്നെയാണ്. ഞങ്ങൾക്കത് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇത്തവണ കുംഭമേളയ്ക്ക് വേണ്ട സൗകര്യങ്ങൾ വളരെ നല്ല രീതിയിൽ തന്നെ താങ്കൾ ഒരുക്കിയിട്ടുണ്ട്. ഗൂഗിൾ മാപ്പിൽ പോലും ഒരു താൽക്കാലിക നഗരത്തിൽ ഇത്രയും അധികം റോഡുകൾ കാണുന്നത് ആദ്യമായി തന്നെയാണ്. പക്ഷേ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, ഈ സമയത്ത് ചില ആളുകൾ പറയുന്നുണ്ട് താങ്കൾ വഖഫിന്റെ ഭൂമി കയ്യേറിയാണ് കുംഭമേളയ്ക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നതെന്നാണ്. അവരോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്?
दुनिया भर का നോക്കൂ, ലോകമാകെയുള്ള വിശ്വാസികൾ ഇന്ന് കുംഭമേളയിൽ പങ്കെടുക്കാൻ പ്രയാഗ്രാജിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ മഹാസംഗമത്തിന് ആദരവ് നൽകി അതിൻ്റെ സംസ്കാരത്തിന്, അതിൻ്റെ ആചാരത്തിന് പ്രാധാന്യം നൽകി വേണം ഓരോരുത്തർ സംസാരിക്കാൻ. वर्षों की भारत की ഇത് വഖഫിന്റെ ഭൂമിയാണ് എന്ന് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ആയിരക്കണക്കിന് വർഷങ്ങളായി ഭാരതത്തിന്റെ സംസ്കാരത്തിന്റെ ഭാഗമായി മഹാകുംഭമേള ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലോകമാകെയുള്ള സന്യാസിമാർ, ഭക്തന്മാർ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതും ഒരു തരത്തിലും ആരും ക്ഷണിക്കാതെ സ്വയം എത്തിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്? നോക്കൂ, ഇന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒരുമിച്ചുകൊണ്ട് ഇവിടെ എത്തുന്ന ഭക്തർക്ക് വേണ്ടി ഒരുപാട് സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ ഈ സൗകര്യങ്ങളൊന്നും ഇല്ലാതിരുന്ന കാലത്ത് പൗരാണിക ഭാരതത്തിൽ തന്നെ നിരവധി ആളുകൾ ആരും ക്ഷണിക്കാതെ തന്നെ ഈ മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ ഇവിടേക്ക് എത്തിയിരുന്നു. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ നടക്കുന്ന ഈ മഹാസംഗമ ഭൂമി വഖഫിന്റെ ആണെന്ന് ചില ആളുകൾ പറഞ്ഞാൽ എനിക്കവരെ വഖഫ് ബോർഡ് എന്ന് വിളിക്കാൻ കഴിയില്ല. എനിക്കവരെ ഭൂമാഫിയ ബോർഡ് എന്ന് വിളിക്കാൻ കഴിയുകയുള്ളൂ. ഭൂമിക്ക് മേലുള്ള ഇത്തരം കൃത്രിമമായ അവകാശവാദം അവസാനിപ്പിക്കേണ്ടത് തന്നെയാണ്. തീർച്ചയായും അത് അവസാനിപ്പിക്കാൻ വേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്യുകയും ചെയ്യും. യോഗിജി, താങ്കൾ ഇവിടെ വ്യക്തമായി പറയുന്നത് മഹാകുംഭമേള എന്ന് പറയുന്നത് യാതൊരു തരത്തിലുള്ള ജാതി, മത, വർണ്ണ, ലിംഗ വ്യത്യാസമില്ലാത്ത ഒരു പ്രോഗ്രാമാണെന്നാണ്. ഇവിടെ എല്ലാവർക്കും വരാമെന്നാണ്. പക്ഷേ പുറത്തു വരുന്ന വാർത്തകൾ മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ മുസ്ലിങ്ങൾക്ക് അനുമതിയില്ല എന്നാണ്. ഇവിടെ കടകൾ നടത്താൻ മുസ്ലിങ്ങൾക്ക് അനുവാദമില്ല എന്നാണ്. അത്തരത്തിൽ എന്തെങ്കിലും നിബന്ധന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടോ? നോക്കൂ, മഹാകുംഭമേള എന്ന് പറയുന്നത് അത് ആചരിക്കാൻ ആഗ്രഹിക്കുന്ന വിശ്വാസികളുടെ ഒരു സംഗമ ഭൂമിയാണ്. ഭാരതത്തെക്കുറിച്ചും ഭാരതത്തിന്റെ സംസ്കാരത്തെക്കുറിച്ചും അഭിമാനിക്കുന്നവർ, വിശ്വസിക്കുന്നവർ, ഭാരതത്തിന്റെ പാരമ്പര്യമായ സനാതന ധർമ്മത്തെക്കുറിച്ച് വിശ്വസിക്കുന്നവർ, അതിനെ ബഹുമാനിക്കുന്നവർ, അവരാണ് ഇവിടെ വരേണ്ടത്. അതിനു പകരം ആചരണത്തിന്റെ ഭാഗമല്ലാതെ, വിശ്വാസത്തിന്റെ ഭാഗമല്ലാതെ ഇതിനെ കുറ്റപ്പെടുത്തുന്നതിന് വേണ്ടി കുൽസിത മനോഭാവത്തോടുകൂടി ആരെങ്കിലും ഇങ്ങോട്ട് വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇത് അവരുടെ ഇടമല്ല എന്ന് അവർ സ്വയം മനസ്സിലാക്കി ഇങ്ങോട്ട് വരാതിരിക്കണം എന്നാണ് എൻ്റെ അപേക്ഷ. അതേസമയം പൂർണ്ണ മനസ്സോടെ, ഭക്തിയോടെ ഈ കുംഭമേളയിൽ പങ്കെടുക്കാൻ വരുന്ന എല്ലാ ആളുകളെയും ഞങ്ങൾ സർവദാ സ്വീകരിക്കാനും തയ്യാറാണ്. യോഗിജി, താങ്കൾ പറയുന്നത് അത് ഏത് മതത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും ഇവിടെ വരാമെന്നാണോ? തീർച്ചയായും അങ്ങനെ തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഭാരതത്തിന്റെ പാരമ്പര്യത്തെ വിശ്വസിക്കുന്ന ആളുകൾക്ക്, ഭാരതത്തിന്റെ പാരമ്പര്യം സനാതന ധർമ്മമാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക്, അവരുടെ എല്ലാം അടിസ്ഥാനം അവരുടെ പൂർവികർ സനാതനികളായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് തീർച്ചയായും കുംഭമേളയിൽ പങ്കെടുക്കാം, വരാം. ഇന്നത്തെ കാലത്തും നിരവധി ആളുകൾ അങ്ങനെയുണ്ട്. നിരവധി മുസ്ലിം, ക്രിസ്തു മതവിശ്വാസികൾ പോലും അവരുടെ പൂർവികർ സനാതനധർമ്മ വിശ്വാസികളായിരുന്നു എന്ന് ഉത്തമ ബോധ്യമുള്ള നിരവധി ആളുകളുണ്ട്. അവർ ഭാരതത്തിന്റെ പാരമ്പര്യത്തിലും സംസ്കാരത്തിലും വിശ്വസിക്കുന്നുണ്ട്. അത്തരം നിരവധി ആളുകൾ കുംഭമേളയിൽ പങ്കെടുക്കാൻ വരുന്നുണ്ട്. അത്തരം ആളുകളെ സർവദാ സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറുമാണ്. ഞാൻ പറഞ്ഞത് മനസ്സിൽ കുഷ്ഠം വെച്ചുകൊണ്ട് കുംഭമേളയിൽ വിശ്വസിക്കാതെ ഇതിനെ കുറ്റപ്പെടുത്താൻ വേണ്ടി വരുന്ന ആളുകൾ ദയവ് ചെയ്ത് ഇങ്ങോട്ട് വരരുത് എന്നാണ്. അതുകൊണ്ട് തന്നെയാണ് നിരവധി മതവിശ്വാസികൾ ഭാരതത്തിന് പുറത്ത് മറ്റു പല രാജ്യങ്ങളിലും ജീവിക്കുന്ന ആളുകൾ, അവിടുത്തെ ഭരണാധികാരികൾ പോലും അവരുടെ പൂർവികർ ഭാരതത്തിലുള്ളവരായിരുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ എത്തുന്നത്. അത്തരം ആളുകൾക്ക് എല്ലാ കാലത്തും മഹാകുംഭമേളയിൽ സ്വാഗതം തന്നെയാണ്. ആരെയും പ്രത്യേകിച്ച് ക്ഷണിക്കേണ്ടതില്ല, ഇത് അവരുടേതു കൂടിയാണ്. അതേസമയം തന്നെ ഞാൻ ഇതും പറയാൻ ആഗ്രഹിക്കുന്നു, ഏതെങ്കിലും ആളുകൾ ഈ മഹാസംഗമത്തിലേക്ക് എത്തുന്നത് ഇത് ഞങ്ങളുടെ ഭൂമിയാണ്, ഇത് നിങ്ങൾ കയ്യേറിയതാണ് എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും തരത്തിലുള്ള അധിനിവേശത്തിനാണെങ്കിൽ, ആ രീതിയിൽ സംസാരിക്കാൻ ആരെങ്കിലും എത്തുകയാണെങ്കിൽ അത്തരം ആളുകൾക്ക് ചില പരിക്കുകൾ ഏൽക്കേണ്ടി വരും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ മഹാകുംഭമേളയിൽ വിശ്വസിക്കുന്ന എല്ലാ ആളുകൾക്കും ഇവിടെ എത്താം, സ്നാനം ചെയ്യാം, ഈ ആചരണത്തിൽ പങ്കെടുക്കാം, മടങ്ങിപ്പോകാം. അങ്ങനെ വിശ്വസിക്കുന്ന എല്ലാ ആളുകളും വരണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അതിൽ യാതൊരു തരത്തിലുള്ള ജാതി, മത, വർണ്ണ, ലിംഗഭേദങ്ങളില്ല. അത് തന്നെയാണ് മഹാകുംഭമേളയുടെ പ്രാധാന്യവും മഹത്വവും.